അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഏതൊരു ഫോമിലാണെങ്കിലും അത് ഫോർബിഡൻ ആണ്, അതിൻ്റെ പ്രാക്ടീസ് ഫോർബിഡൻ ആണ്. അൺടച്ചബിലിറ്റി അബോളിഷ്ഡ് ആണ്. അൺടച്ചബിലിറ്റിയിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഏതൊരു ഡിസബിലിറ്റിയും അതിൻ്റെ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് ലീഗലി ഒഫൻസാണ്, പണിഷബിളുമാണ്. പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസാണ് അൺടച്ചബിലിറ്റിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ഡിസബിലിറ്റിയുടെ എൻഫോഴ്സ്മെൻറ്റ്. അൺടച്ചബിലിറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല, അതായത് പ്രോപ്പറായിട്ടുള്ള ഡെഫിനിഷൻ അൺടച്ചബിലിറ്റിക്ക് ഇല്ല എങ്കിലും അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് ബൈ ബർത്ത് ഒരു സർട്ടൻ കാസ്റ്റിൽ ബോൺ ആയിട്ടുള്ള ആൾക്കാരെ, certain class of persons in the basis of their birth in a certain caste അവരുടെ മുകളിൽ ഇമ്പോസ് ചെയ്തിട്ടിരിക്കുന്ന സോഷ്യൽ ഡിസബിലിറ്റീസിനെയാണ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. അതിൽ ചില ഇൻഡിവിജ്വൽസിൻ്റെ സോഷ്യൽ ബോയ്ക്കോട്ടൊന്നും കവർ ചെയ്യുന്നില്ല അൺടച്ചബിലിറ്റിയിൽ. ഇനി അബോളിഷൻ ഓഫ് ടൈറ്റിൽസിൻ്റെ അബോളിഷൻ. ടൈറ്റിൽ മീൻസ് പദവി, അതിൻ്റെ അബോളിഷൻ അല്ലെങ്കിൽ നിർത്തലാക്കൽ. നോ ടൈറ്റിൽ നോട്ട് ബീയിങ് എ മിലിറ്ററി ഓർ അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻ ഷാൾ ബി കൺഫേർഡ് ബൈ സ്റ്റേറ്റ്. സ്റ്റേറ്റിന് ഒരു ടൈറ്റിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കൺഫർ ചെയ്യാൻ പറ്റില്ല. മിലിറ്ററി അല്ലെങ്കിൽ അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻ അല്ലാതെയുള്ള ഒരു ടൈറ്റിലും കൺഫർ ചെയ്യാൻ പറ്റില്ല. ബട്ട് മിലിറ്ററി ഓർ അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻ്റെ ടൈറ്റിലാണെങ്കിൽ സ്റ്റേറ്റിന് കൺഫർ ചെയ്യാം. ഇന്ത്യയിലെ ഒരു സിറ്റിസണും ഫോറിൻ സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു ടൈറ്റിലും അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ഒരാൾക്കാർക്കും സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ്, പ്രോഫിറ്റ് ഓഫീസ്, ഏതൊരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല വിത്തൗട്ട് പ്രസിഡൻറ്റിൻ്റെ കൺസെൻറ്റ്. അതായത് പ്രസിഡൻറ്റിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ഒരു ഫോറിൻ സ്റ്റേറ്റിൽ നിന്നും ഒരു ടൈറ്റിലും അക്സെപ്റ്റ് ചെയ്യാൻ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ഒരാൾക്ക് പറ്റില്ല. അതായത് ഇന്ത്യയിലെ സിറ്റിസൺ അല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ സമ്മതം ഇല്ലാതെ ഫോറിൻ സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു ടൈറ്റിലും അക്സെപ്റ്റ് ചെയ്യാനോ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ഒരാൾക്ക് പറ്റില്ല. മാത്രമല്ല പ്രസിഡൻറ്റിൻ്റെ സമ്മതം ഇല്ലാതെ ഒരാൾക്കാർ സ്റ്റേറ്റിൻ്റെ കീഴിൽ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്കാർക്കും പ്രസിഡൻറ്റിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ഏതൊരു ഫോറിൻ സ്റ്റേറ്റിൽ നിന്ന് ഒരു പ്രസൻറ്റോ എമോളിമെൻറ്റോ ഓഫീസ് ഓഫ് എനി കൈൻഡ് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ഫോറിൻ സ്റ്റേറ്റിൽ നിന്ന് എന്തെങ്കിലും പ്രസൻസോ എമോളിമെൻറ്റ്സോ ഓഫീസ് ഓഫ് എനി കൈൻഡ് ഇതെന്ത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിലും ആദ്യം പ്രസിഡൻറ്റിൻ്റെ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. ഈ റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 സബ്സെക്ഷൻ 1 ഡിഫൈൻ 6 ഫ്രീഡം. 6 ഫ്രീഡംസ് ആണ് ആർട്ടിക്കിൾ 19 പാർട്ട് 1 പറയുന്നത്. റൈറ്റ് ടു ഫ്രീഡം: ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് അസംബ്ലി, ഫ്രീഡം ഫ്രം അസോസിയേഷൻ, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ഫ്രീഡം ടു റിസൈഡ് ആൻഡ് ടു സെറ്റിൽ, ഫ്രീഡം ഓഫ് പ്രൊഫഷൻ, ഓക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. ഈ പറയുന്ന 6 ഫ്രീഡംസ് ഉണ്ട്. ഈ 6 ഫ്രീഡംസ് ആണ് റൈറ്റ് ടു ഫ്രീഡം എന്നതിലെ 6 ഫ്രീഡംസ്. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസംബ്ലി, ഫ്രം അസോസിയേഷൻ, മൂവ്മെൻറ്റ്, റിസൈഡ് ആൻഡ് ടു സെറ്റിൽ, പ്രൊഫഷൻ, ഓക്യുപ്പേഷൻ, ട്രേഡ്, ബിസിനസ് ഇതൊക്കെ നടത്താനുള്ള ഫ്രീഡം. ഈ പറയുന്ന 6 ഫ്രീഡം അബ്സല്യൂട്ട് അല്ല. ചില റെസ്ട്രിക്ഷൻസ്, റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസിന് സബ്ജക്റ്റാണ് ഈ പറയുന്ന 6 ഫ്രീഡം. സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റിൻ്റെ സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഇതെല്ലാം എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ഫോറിൻ സ്റ്റേറ്റുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻ വെച്ചുകൊണ്ട് വേണം ഇവരുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആയാലും എക്സ്പ്രഷൻ ആയാലും നടത്താൻ. പബ്ലിക് ഓർഡറിനെ ഒരിക്കലും വയലേറ്റ് ചെയ്യാൻ പാടില്ല. പബ്ലിക് ലോ ആൻഡ് ഓർഡറിന് ഡീസൻസി, മൊറാലിറ്റി ഉണ്ടായിരിക്കണം. കോർട്ടിനെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഉണ്ടായിരിക്കണം. ഡീഫേമേഷൻ പാടില്ല. കോർട്ടിനെ കോർട്ടിനെ അനുസരിക്കാതെ ഉള്ള ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഡീഫേമേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇൻസൈറ്റ്മെൻറ്റ് ടു ആൻ ഒഫൻസ്, ഒരു ഒഫൻസിന് സാധ്യത ഉണ്ടാകാൻ പാടില്ല. സോവറൻറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യനെ സോവറനും ഇൻറ്റഗ്രലും ആയിട്ട് നിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം. അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആയാലും സ്പീച്ച് ആയാലും അസംബ്ലി ആയാലും മൂവ്മെൻ്റ് ആയാലും
പ്രൊഫഷനായാലും ഒക്കുപേഷനായാലും എല്ലാം കണ്ടക്ട് ചെയ്യുക. അതായത് ലീഗലി ഒന്നും ലോയിനൊന്നും വയലേറ്റ് ചെയ്ത് ഒന്നും നടത്താൻ പാടില്ല. അതിൽ നിന്ന് അതിൻ്റെ ആംബിറ്റിൽ നിന്നുകൊണ്ട് തന്നെ വിത്തിൻ ദ പർവ്യൂ ഓഫ് ദാറ്റ്, അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മാത്രമേ അവർക്ക് ഇതെല്ലാം ഈ ഫ്രീഡംസ് എല്ലാം എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. മീനിങ്